6ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആംഗിൾസ് അഥവാ കോണുകളുടെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് പഠിക്കുന്നത് സർക്കിൾ ഡിവിഷനാണ്, അതായത് വൃത്തവിഭജനം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണല്ലോ, ഒരു പ്രൊട്രാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹാഫ് സർക്കിളാണ് അല്ലേ, പകുതി വൃത്തം അല്ലേ, അല്ലെങ്കിൽ എന്ത് പറയാം, അർദ്ധവൃത്തമെന്നോ സെമി സർക്കിളെന്നോ ഒക്കെ പറയാം അല്ലേ. അപ്പോൾ ഒരു ഹാഫ് സർക്കിൾ എന്നാണ് പകുതി വൃത്തം. അതായത് ഇതിൽ എത്ര ഡിഗ്രി വരെ മാക്സിമം അടയാളപ്പെടുത്തിയിരിക്കുന്നത്? 180 അല്ലേ. അതായത് ഒരു ഹാഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ, അതായത് സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു ഫുൾ സർക്കിളായാലോ, ഒരു വൃത്തമായാലോ, രണ്ട് ഹാഫ് സർക്കിൾ ചേരുന്നതല്ലേ ഒരു ഫുൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ. രണ്ട് പകുതി വൃത്തങ്ങൾ ചേരുമ്പോഴാണ് നമ്മളൊരു പ്രൊട്രാക്ടർ പകുതി എടുത്തിട്ട് അതിനെ തിരിച്ചും കൂടി വെക്കുമ്പോൾ നമുക്കൊരു ഫുൾ സർക്കിൾ ആവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരു മുഴുവൻ വൃത്തം എന്ന് പറയുന്നത് 180 ഡിഗ്രി ചേരുന്നതാണ് അല്ലേ. ഇപ്പോൾ ഒരു ഫുൾ സർക്കിൾ അല്ലെങ്കിൽ സർക്കിൾ വൃത്തം എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി ചേരുന്നതാണ്. 180 + 180, അതായത് ആകെ എത്രയാണ്? 360 ഡിഗ്രിയാണ് ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ. ഒരു സർക്കിൾ, ഒരു വൃത്തം എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ്. ഞാനിവിടെ ഒരു വൃത്തം വരച്ചു, ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സർക്കിളിനെ എത്ര തുല്യ ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 6 തുല്യ ഭാഗങ്ങൾ. 1 2 3 4 5 6 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കൂ, ഇതിനകത്ത് എത്ര ആംഗിൾസ് നമുക്ക് കാണാം? 1 2 3 4 5 6 അല്ലേ. അപ്പോൾ 6 തുല്യ ഭാഗങ്ങളാക്കിയപ്പോൾ നമുക്ക് 6 കോണുകൾ കിട്ടി, 6 ആംഗിൾസ് കിട്ടി അല്ലേ. അപ്പോൾ ഇനി ഈ ഓരോ ആംഗിൾസും എത്രയാണെന്ന് നമുക്ക് മെഷർ ചെയ്യാതെ കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? നമ്മൾ പഠിച്ചില്ലേ, ഒരു ഫുൾ സർക്കിൾ എത്രയാണ്? 360 ഡിഗ്രി. ഒരു വൃത്തം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതിനെ എത്ര തുല്യ ഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചത്, ഡിവൈഡ് ചെയ്തത്? 6 അല്ലേ. അപ്പോൾ 360നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുക. 360നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 60 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇതിനകത്തെ ഓരോ ആംഗിൾസും എത്ര ഡിഗ്രി വീതമാണ്? 60 ഡിഗ്രി വീതമാണ്. ഓക്കെ, 60 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഓരോ പോയിന്റുകളും തമ്മിൽ യോജിപ്പിച്ച് നമുക്കൊരു ഫിഗർ കിട്ടും. ഈ ഫിഗർ നമ്മൾ കഴിഞ്ഞ വർഷം 5ാം സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 5 വശങ്ങളുള്ള തുല്യ വശങ്ങളുള്ള ഒരു രൂപം, അതായത് സമഷഡ്ഭുജമെന്നും റെഗുലർ ഹെക്സഗൺ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ റെഗുലർ ഹെക്സഗൺ എന്ന് പറയും. ഈ രൂപത്തിന്, ഈ ബഹുഭുജത്തിന് എന്താണ്? റെഗുലർ ഹെക്സഗൺ. നമ്മൾ കഴിഞ്ഞ വർഷം വേറെ രീതിയിലാണ് വരച്ചത് അല്ലേ. രണ്ടാമതൊരു സർക്കിൾ വരച്ചു, അതിനെ 5 തുല്യ ഭാഗങ്ങളാക്കി, 5 ഈക്വൽ പാർട്സ് ആക്കി. അതായത് ഇതിനിടയിൽ 5 കോണുകൾ, 5 ആംഗിൾസ് ഉണ്ടല്ലേ. ഓരോ ആംഗിൾസും എത്ര വിധമാണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 360നെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക? 5 വെച്ച് ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് 72 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇതിനിടയിലുള്ള ഓരോ ആംഗിൾസും നമുക്ക് എത്രയാണെന്ന് എഴുതാം? 72 ഡിഗ്രിയാണെന്ന് എഴുതാം. അപ്പോൾ ഇതിനോടനുബന്ധിച്ചുള്ള ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസിലാണ് നമ്മളിനി പോകുന്നത്. പേജ് നമ്പർ 17 ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. In each of the pictures below, calculate what fractions of the circle are the yellow and green parts. ചുവടെയുള്ള ചിത്രങ്ങളിൽ മഞ്ഞ നിറമുള്ള ഭാഗവും പച്ച നിറമുള്ള ഭാഗവും മൊത്തം വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് കണക്കാക്കുക. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ ഈച്ച് ഓഫ് ദ പിക്ചേഴ്സ് ബിലോ കാൽക്കുലേറ്റ് വാട്ട് ഫ്രാക്ഷൻസ് ഓഫ് ദ സർക്കിൾ ആർ യെല്ലോ ആൻഡ് ഗ്രീൻ പാർട്സ്. അപ്പോൾ നമുക്ക് ഒരുപാട് സർക്കിളുകൾ ഇവിടെ തന്നിട്ടുണ്ട്, കുറച്ച് വൃത്തങ്ങൾ തന്നിട്ടുണ്ട്, അതിൽ കുറേ ഡിഗ്രീസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. 20 ഡിഗ്രി എന്ന്, ഇപ്പോൾ ഒന്നാമത്തെ ഫിഗറിൽ 20 ഡിഗ്രി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഈ 20 ഡിഗ്രി ഈ സർക്കിളിൻ്റെ എത്ര പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഭാഗിക്കുന്നത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 2 പാർട്ടുകൾ, 2 കളറുകൾ കാണാം അല്ലേ. ഒരു യെല്ലോ കളറും ഉണ്ട്, ഒരു ഗ്രീൻ കളറും ഉണ്ട്. അപ്പോൾ നമുക്ക് യെല്ലോ പാർട്ടും എഴുതണം, ഗ്രീൻ പാർട്ടും എഴുതണം അല്ലേ. മഞ്ഞ നിറത്തിലുള്ളതും എഴുതണം, പച്ച നിറത്തിലുള്ളതും എഴുതണം, എത്ര പാർട്ട് വീതമാണെന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ ആകെ കാണിച്ചിരിക്കുന്നത് യെല്ലോ പാർട്ടിൽ ഒരു ഡിഗ്രി 20 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് യെല്ലോ പാർട്ട്, അപ്പോൾ മഞ്ഞ നിറത്തിലുള്ള ഭാഗം ഒന്ന് മലയാളത്തിൽ എഴുതാം അല്ലേ. യെല്ലോ പാർട്ടിൽ എത്രയാണ്? 20 ഡിഗ്രിയാണ് അല്ലേ. 20 ഡിഗ്രി നമുക്ക് ഫ്രാക്ഷൻ ആക്കുമ്പോൾ എങ്ങനെയാണ്? 20 ഡിഗ്രി എത്ര വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം? 360 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. 360 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രാക്ഷൻ കിട്ടും. അപ്പോൾ ഈ സീറോ എളുപ്പത്തിൽ നമ്പേഴ്സിൻ്റെ അവസാനം 0 ആണ് വരണമെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ നമുക്ക് 0 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ചെറുതായില്ലേ? 2/36 എന്നായി. നമുക്ക് വേണ്ടത് ഏറ്റവും ചെറിയ രൂപത്തിലാക്കണം. ഇത് നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്ത് ചെറുതാക്കാമല്ലോ, ഭാഗിച്ച് നമുക്ക് ചെറുതാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, 2 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാണ്, 36 ഈവൻ നമ്പറാണ്. അപ്പോൾ 2ൻ്റെ ടേബിളിലുണ്ട് 36 അല്ലേ. അപ്പോൾ 2ൻ്റെ ടേബിളിൽ 2 എത്ര പ്രാവശ്യമാണ്? ഒരു പ്രാവശ്യം അല്ലേ. നമുക്ക് ഒന്ന് ചെറുതായിട്ട് വെട്ടിക്കഴിഞ്ഞാൽ 1 2 is 2 അല്ലേ. എത്ര 2 ആണ്? 2, ഒരു 2. ഇനി 36 ടേബിൾ പറയുമ്പോൾ നമുക്ക് കിട്ടില്ല, നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് നോക്കണം അല്ലേ. 36നെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് എത്ര കിട്ടും? 18 എന്ന് കിട്ടും.
അതെ. അപ്പോൾ അടിയിൽ നമുക്ക് 36നെ 2 വെച്ച് ക്യാൻസൽ ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 1/18. ചെറുതായല്ലോ, ഇനി നമുക്ക് ഇതിനെ ചെറുതാക്കാൻ പറ്റില്ല. അപ്പോൾ യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 1/18 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗ്രീൻ പാർട്ടാണ്. ആ പച്ച നിറത്തിലുള്ള ഭാഗം എത്ര ഫ്രാക്ഷൻ എന്നാണ്, എത്രയാണ് അതിൻ്റെ ഭിന്നസംഖ്യ എന്നാണ്. അപ്പോൾ 18ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 1 കുറയ്ക്കുക. എളുപ്പമാണ്. 18ൽ നിന്ന് 1 കുറച്ച് എത്രയാണ്? 17. അടിയിൽ എത്ര തന്നെ എഴുതുക? 18. എളുപ്പമല്ലേ? 17/18. ഇനി രണ്ടാമത്തെ ഫിഗർ നോക്കിയാലോ? മഞ്ഞ ഭാഗത്ത് യെല്ലോ പാർട്ടിൽ എത്രയാണ്? 24 ഡിഗ്രിയും ഗ്രീൻ പാർട്ടിലൊന്നും തന്നെ കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് കണ്ടുപിടിക്കാം. യെല്ലോ പാർട്ട്, അതായത് മഞ്ഞ നിറത്തിലുള്ള ഭാഗം അല്ലേ. യെല്ലോ പാർട്ടിൽ എത്ര ഡിഗ്രിയാണ് കൊടുത്തിരിക്കുന്നത്? 24 ഡിഗ്രി. അപ്പോൾ 24നെ നമ്മൾ 360 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 0 ഒന്നും ക്യാൻസൽ ചെയ്ത് കളയാനില്ല. നമുക്ക് 24 നമ്മൾ പഠിച്ചിട്ടുള്ള ടേബിൾസിൽ 24 ഏതിൻ്റെ ടേബിളിലൊക്കെ ഉണ്ട്? 4ൻ്റെ ടേബിളിലുണ്ട് അല്ലേ. 4 6 ആർ 24. അതുപോലെ 6ൻ്റെ ടേബിളിലുണ്ട്. 6 4 ആർ 24. അപ്പോൾ നമുക്ക് 6ൻ്റെ ടേബിളിൽ 24 ഉണ്ട്. ഇനി 6ൻ്റെ ടേബിളിൽ 360 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. അതിനെന്ത് ചെയ്യണം? 360യെ 6 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. 6 6 ആർ 36. ഓക്കെ, എത്രയാണ്? 60 പ്രാവശ്യം, 60 പ്രാവശ്യം അല്ലേ. അപ്പോൾ 24നെ 6ൻ്റെ ടേബിളിൽ, 6ൻ്റെ ടേബിൾ പറയുമ്പോൾ എത്ര 6 ആണ്? 24. 4 6 ആർ 24. എത്ര 6 ആണ്? 360. 60 അല്ലേ. 60. അപ്പോൾ ഇതിനെ നമുക്ക് ഇനിയും ചെറുതാക്കണം. കുറച്ചുകൂടി നമുക്ക് ചെറുതാക്കാം. നമുക്ക് 4ൻ്റെ ടേബിളിൽ 4 ഉണ്ട്. 1 4 ഈസ് 4. 60 എത്ര പ്രാവശ്യം? 60യുടെ ടേബിളിൽ 4ൻ്റെ ടേബിളിൽ 60 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 60യെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഉണ്ടല്ലേ. എത്ര പ്രാവശ്യമാണ്? 15 പ്രാവശ്യം അല്ലേ. അപ്പോൾ 4ൻ്റെ ടേബിൾ 1 4 ഈസ് 4. എത്ര 4s ആണ്? 60. 15 4s ആണ് 60. ഓക്കെ, അപ്പോൾ 1/15 എന്ന് കിട്ടി. ഇനി അത് യെല്ലോ പാർട്ടാണ്. ഇനി ഗ്രീൻ പാർട്ട് എങ്ങനെ എഴുതാം? ഗ്രീൻ പാർട്ട് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ. 15ൽ നിന്ന് എന്ത് കുറയ്ക്കുക? 15ൽ നിന്ന് മുകളിലുള്ള നമ്പറായ 1 കുറയ്ക്കുക. അപ്പോൾ കിട്ടും 14 കിട്ടും. 14/15. ഇതാണ് ഗ്രീൻ പാർട്ട്. മനസ്സിലായോ? മൂന്നാമത്തെ ഫിഗറിൽ എത്ര ഡിഗ്രിയാണ് യെല്ലോ ഭാഗത്ത് മഞ്ഞ നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്? 54 ഡിഗ്രി അല്ലേ. അപ്പോൾ യെല്ലോ പാർട്ട് നമുക്ക് കാണാം. യെല്ലോ പാർട്ട് ഈക്വൽസ് 54/360. 54/360 ക്യാൻസൽ ചെയ്ത് കളയാൻ 54 നമ്മൾ പഠിച്ച ഏത് നമ്പറിൻ്റെ ടേബിളിൽ വരും? എത്ര? 6ൻ്റെ ടേബിളിലുണ്ടല്ലോ. 9 6 ആർ 54 അല്ലേ. 6ൻ്റെ ടേബിളിൽ 54 ഉണ്ട്. 360 6ൻ്റെ ടേബിളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാമല്ലോ. 6നെ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 6 ആർ 36. ഓക്കെ, 60 അല്ലേ. അപ്പോൾ 54നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. 360യെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 60 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിനെയും ചെറുതാക്കാമല്ലോ. 9 നമുക്ക് ഏതിൻ്റെ ടേബിളിലുണ്ട്? 3യുടെ ടേബിളിൽ 9 ഉണ്ട്. 60 3യുടെ ടേബിളിലുണ്ടോ? 60യെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഓക്കെ, എത്രയാണ്? 20 ഉണ്ട് അല്ലേ. അപ്പോൾ 3യുടെ ടേബിളിൽ എത്ര പ്രാവശ്യമാണ്? 3 3s ആർ 9 അല്ലേ. 60 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20 എന്ന് കിട്ടും അല്ലേ. ഇനി നമുക്ക് ഇനി ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 3/20. ഇനി ഗ്രീൻ പാർട്ട് എഴുതാം. ഗ്രീൻ പാർട്ട് കാണാനായിട്ട് എന്ത് ചെയ്യുക? 20ൽ നിന്ന് 3 മൈനസ് ചെയ്യുക. അപ്പോൾ 17 ഡിവൈഡഡ് ബൈ 20. ഓക്കെ, അടുത്ത സർക്കിളിൽ യെല്ലോ ഭാഗത്ത് എത്ര ഡിഗ്രിയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? 80 ഡിഗ്രി അല്ലേ. അപ്പോൾ നമുക്ക് യെല്ലോ പാർട്ട് കാണാം. യെല്ലോ പാർട്ട് ഈക്വൽസ്, മലയാളത്തിലുള്ളവർ മഞ്ഞ നിറത്തിലുള്ള ഭാഗമെന്ന് എഴുതാം കേട്ടോ. യെല്ലോ പാർട്ട് ഈക്വൽസ് എത്രയാണ്? 80 ഡിഗ്രി ഡിവൈഡഡ് ബൈ എത്രയാണ്? 360. ഡിഗ്രി ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്കങ്ങ് ചെയ്ത് പോവാം. ഇപ്പോൾ ഇവിടെ എളുപ്പത്തിൽ 0 ക്യാൻസൽ ചെയ്യാം അല്ലേ. അപ്പോൾ ചെറുതായി നമുക്ക് 8/36 എന്ന് കിട്ടി അല്ലേ. നമുക്ക് 8 ഏതിൻ്റെ ടേബിളിലാണ് പഠിച്ചത്? 4ൻ്റെ ടേബിളിൽ അല്ലേ. 4ൻ്റെ ടേബിളിൽ 8 ഉണ്ട്. 4ൻ്റെ ടേബിളിൽ 36 ഇല്ലേ. 4ൻ്റെ ടേബിളിൽ 8 എത്ര പ്രാവശ്യമാണ്? 2 4s ആർ 8. 36 എത്ര പ്രാവശ്യമാണ്? 9 4s ആർ 36. ചെറുതായില്ലേ. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി ഗ്രീൻ പാർട്ട് എഴുതാനായി 9ൽ നിന്ന് എന്ത് ചെയ്യുക? 2 മൈനസ് ചെയ്യുക. 9ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ 7/9. അടുത്ത ചിത്രത്തിൽ നോക്കിയാലോ. 108 ഡിഗ്രിയാണ് മഞ്ഞ ഭാഗത്ത് അല്ലേ. അപ്പോൾ യെല്ലോ പാർട്ടിൽ 108. യെല്ലോ പാർട്ട് 108 ആണ്. അപ്പോൾ 108നെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രാക്ഷൻ കിട്ടും അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ടേബിളൊക്കെ പറയാനായിട്ട് നോക്കാം. ടേബിൾ പറയാൻ പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പോൾ ഇത് നമുക്ക് നോക്കുമ്പോൾ ഇതിൽ എന്താണ്? ഇതൊരു ഈവൻ നമ്പറാണ് അല്ലേ. 108 360 ഒക്കെ ഈവൻ നമ്പറാണ്. അപ്പോൾ ഈവൻ നമ്പേഴ്സിനെ നമുക്ക് പെട്ടെന്ന് 2 വെച്ച് ഡിവൈഡ് ചെയ്തെടുക്കാമല്ലോ. 2 വെച്ച് എല്ലാ ഈവൻ നമ്പറിനെയും നമുക്ക് 2 വെച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 108നെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 5 2s ആർ 10. 8നെ 4 2s ആർ 8. ഓക്കെ, 360നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക.
അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 2s are 16, 180 എന്ന് കിട്ടും. അപ്പോൾ മുകളിൽ 108നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 54 എന്നും താഴെ നമുക്ക് എന്തും കിട്ടും? 180 എന്നും കിട്ടും. ഇനി എളുപ്പത്തിൽ 54 ഏതിൻ്റെ ടേബിളിലുണ്ട്? 6ൻ്റെ ടേബിളിലുണ്ട്, 9ൻ്റെ ടേബിളിലുണ്ട് അല്ലേ? എത്ര 6 ആണ്? 54, 9 6 are 54 അല്ലേ? അപ്പോൾ 6ൻ്റെ ടേബിളിൽ നോക്കുമ്പോൾ 9 6 are 54. ഇനി 188 6 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. 186 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 30 എന്ന് കിട്ടും. കുറച്ചുകൂടെ ചെറുതായി അല്ലേ? 6 വെച്ച് ഡിവൈഡ് ചെയ്തു. 9 6 are 54, 186 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 30 എന്ന് കിട്ടും. ഇനി 9 ഏതിൻ്റെ ടേബിളിലുണ്ട്? 3യുടെ ടേബിളിലില്ലേ? എത്ര 3s ആണ് 9? 3 3s are 9 അല്ലേ? 3 3s are 9. എത്ര 3 ആണ്? 30. 10 3s are 30. ഓക്കെ, അപ്പോൾ ചെറുതാക്കി നമുക്ക് ഇതുപോലെ എടുക്കാം. ഇതിനെ നമ്മൾ 2 വെച്ച് 2നെ ഡിവൈഡ് ചെയ്തു. ഇതിനെന്താ ചെയ്തത്? 6 വെച്ച് ഡിവൈഡ് ചെയ്തു. ഇതിനെ നമുക്ക് 3യുടെ ടേബിളിലുണ്ട് അല്ലേ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? മുകളിലുള്ള നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്ന അതേ നമ്പർ വെച്ച് തന്നെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? താഴെയുള്ള നമ്പറിനെയും ഡിവൈഡ് ചെയ്യേണ്ടത്. ഇനി ഗ്രീൻ പാർട്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 10 - 3 എത്രയാ? 7. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലെ അവസാനത്തെ ഫിഗറാണ്. യെല്ലോ പാർട്ടിൽ എത്രയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? 150 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് യെല്ലോ പാർട്ട് കണ്ടുപിടിക്കാം. യെല്ലോ പാർട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 150 ഡിവൈഡഡ് ബൈ 360 അല്ലേ? 360നെ 0 0 ക്യാൻസലായി പോയപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കുറച്ചുകൂടെ ചെറുതായി കിട്ടി. 15/36. അപ്പോൾ 15 3യുടെ ടേബിളിലുണ്ട്, 36 3യുടെ ടേബിളിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 36നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 3s are 6 അല്ലേ? അപ്പോൾ 3യുടെ ടേബിളിൽ 15 എത്ര പ്രാവശ്യമാണ്? 5 3s are 15. 36 എത്ര പ്രാവശ്യമാണ്? 12 അല്ലേ? അപ്പോൾ ഇനി നമുക്ക് തന്നെ ചെറുതാക്കാൻ പറ്റത്തില്ല. കോമൺ ആയിട്ടൊരു നമ്പർ ഇല്ല ഡിവൈഡ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത് മാത്രമാണ്? നമുക്ക് തന്നിരിക്കുന്ന നമുക്ക് കിട്ടിയ ഫ്രാക്ഷനെ മുകളിലത്തെ, അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും അംശത്തിനെയും ചെറുതിനെയും ഒരേ നമ്പർ വെച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റണം? ഡിവൈഡ് ചെയ്യാൻ പറ്റണം കേട്ടോ. അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഒരുപോലെ ഡിവൈഡ് ചെയ്ത് ചെറുതാക്കി എടുക്കുക. ഇപ്പോൾ ഗ്രീൻ പാർട്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 12 നിന്ന് 5 മൈനസ് ചെയ്യുക. 12 നിന്ന് 5 മൈനസ് ചെയ്യുമ്പോൾ 7/12 ഈസ് ദി ആൻസർ. അപ്പോൾ എല്ലാ കുട്ടികളും ഈ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് പഠിക്കണം കേട്ടോ. താങ്ക് യു.